കഴിഞ്ഞ വർഷം ഞങ്ങൾ കശ്മീരിലാണ് പോയിരുന്നെങ്കിൽ ഈ വർഷം ഇന്ത്യയുടെ മറ്റേ അറ്റമായ ലക്ഷദ്വീപിലേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കുറേ നാളത്തെ ആഗ്രഹമാണ്. കുറേ കാലമായിട്ട് ലക്ഷദ്വീപായിട്ട് കണക്ഷൻ ഉള്ളതാണ്. പെർമിറ്റൊക്കെ കിട്ടി. ഞങ്ങൾ ഓൾമോസ്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് വിമാനയാത്ര എന്നുകൊണ്ട് തന്നെ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടുതലായിരുന്നു. ഫ്ലൈറ്റ് ഏതാണ്ട് 2 മണിക്കൂറോളം വൈകിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ക്യാൻസലാകാനുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്യാൻസലായില്ല, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. അങ്ങനെ ഞങ്ങൾ അഗത്തി എയർപോർട്ടിൽ ഏതാണ്ട് 2 മണിക്കൂർ വൈകി ലാൻഡ് ചെയ്തു. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ലാൻഡിങ് ആണ് അഗത്തിയിലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും അനുഭവിച്ചു. ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ളൊരു ലാൻഡിങ് ആയിരുന്നു. സഡൻ ബ്രേക്ക് ഇട്ട് ലാൻഡ് ചെയ്യുന്ന പോലെയായിരുന്നു. ഞാനൊന്ന് ഭയന്നു. പക്ഷേ അതിന് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ടു തുടങ്ങിയ ലക്ഷദ്വീപിൻ്റെ അഗത്തിയുടെ കടൽ, ലഗൂൺ, റീഫും അതൊരു പ്രത്യേക ഒരു കാഴ്ചയായിരുന്നു. ഭയങ്കര മനോഹരമായ ഒരു എന്ത് കളറെന്ന് പറയാം, അത് കളറ് പറയാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറായിട്ടുള്ള ആ റീഫ് കണ്ടുകൊണ്ട് ഞങ്ങൾ അന്ന് അവിടെ ലാൻഡ് ചെയ്തു. ഈ അഗത്തി എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ ഒരേ ഒരു എയർപോർട്ടുള്ള ഐലൻഡാണ്. അവിടെ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റിൽ ലക്ഷദ്വീപ് എത്തണമെങ്കിൽ അഗത്തിയിൽ തന്നെ പോകണം. നമ്മൾ അഗത്തിയിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് കവരത്തിയിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത്. അന്ന് തന്നെ ഞങ്ങൾ റിസീവ് ചെയ്യാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട നിസാംബായി അവിടെ വന്നിരുന്നു. നിസാംബായി ഞങ്ങൾക്ക് വേണ്ട ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. അത് വെസലിലാണ്. നമ്മൾ വെസൽ എന്ന് പറഞ്ഞാൽ ഷിപ്പിനേക്കാൾ വളരെ ചെറുതായിട്ടുള്ള ഒരു രൂപം. നല്ല സിറ്റിക്കൊക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ വെസൽ അഗത്തിയിൽ ശരിക്കും നമ്മുടെ ബോട്ടിലെടുക്കില്ല. അതുകൊണ്ട് നമ്മളൊരു ബോട്ടിൽ വേണം കയറി ആ വെസലിലേക്ക് പോകാൻ. ബോട്ടിൽ ട്രാൻസ്പോർട്ട് വരെ പറയാം. ബോട്ടിൽ കയറുന്നത് വെച്ചാൽ കടലിങ്ങനെ ബോട്ട് ആടിക്കൊണ്ടിരിക്കും. നമ്മൾ ബോട്ടിൽ കാലിൽ വെച്ച് കയറണം. നമ്മൾ ആദ്യമായിട്ട് കയറുന്നൊരു പേടിയും എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലക്ഷദ്വീപിൽ ബോട്ടിൽ എത്ര വട്ടം കയറിയെന്ന് ഞങ്ങൾക്ക് എണ്ണം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബോട്ടിൽ കയറിയിരുന്നതുകൊണ്ട് ആ പേടിയൊക്കെ ഇപ്പോൾ മാറി. ഈ വെസലാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെസലിൽ അവർ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ വെസലിൽ കയറും. വെസലിൽ ചെറിയൊരു കഫറ്റീരിയ ഒക്കെ ഉണ്ട്. നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെയാണ്. ഒരു ഇങ്ങനെ കടലിൽ പോകുന്നതിൻ്റെ ഒരു വേവിലുള്ള ആട്ടൊക്കെ കുറച്ച് കൂടുതലാണ് വെസലിൽ ഷിപ്പിനേക്കാളും. എന്നാലും കംഫർട്ടബിളായിട്ട് സിറ്റിംഗ് ആണ്, കുഴപ്പമില്ല. AC ആണ്. പിന്നെ TV ഉണ്ട്. സിനിമ ഒരു 2-2.5 മണിക്കൂറാണ് സാധാരണ ദ്വീപ് ദൂരം. ഒക്കെ ഇതിലൊരു സിനിമ അവർ വെച്ച് തരും, അത് തീർക്കും. ഞങ്ങൾ തിരിച്ചു വന്നത് വെസലിലായിരുന്നു. തിരിച്ചു വന്നത് വലിയൊരു ജേണിയായിരുന്നു. 8 മണിക്കൂറോളം ഇവിടെ എത്തിയത്. 4 സിനിമ കണ്ടു. അതിനെല്ലാം കഫറ്റേരിയയിൽ അല്ലറച്ചിലുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഞങ്ങളങ്ങനെ ലക്ഷദ്വീപിലെത്തി. ലക്ഷദ്വീപിൽ ഞങ്ങൾ താമസിച്ചത് ഞങ്ങളുടെ നിസാമിൻ്റെ ഹസീൻതട വീട്ടിലാണ്. ഹസീൻതട വീടെന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് കാണുന്നില്ലേ, ശരിക്കും കടൽ തീരത്തിനാണ് വീട്. മനോഹരമായൊരു പ്രോപ്പർട്ടി. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കടൽ തീരൊക്കെ വെച്ച് നോക്കുമ്പോൾ തൊട്ട് പുറത്ത് തന്നെ നല്ല ഭംഗിയുള്ള കടലും കാണുന്നില്ലേ. ഇങ്ങനെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. എക്സൈറ്റ്മെൻറ്റ് ഡേറ്റ് ആയത് വീടിയാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസീൻതട വീടിൻ്റെ മുന്നിൽ ചാനലുള്ള സ്ഥലമാണ്. ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലത്തെ ഹൈവേ അങ്ങനെ പറയാം. ആ ഭാഗത്തിൽ കൂടെയാണ് ബോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഗോ ഷിപ്പില്ലേ, അതുപോലത്തെ വെസല്, അതെല്ലാം പോർട്ടിൽ കിടക്കുന്ന ചാനലാണത്. ഈ വഴി കൂടെയാണ് എല്ലാ ഷിപ്പും ബോട്ടും സാധനങ്ങളെല്ലാം ഈ ഭാഗത്തിൽ കൂടെയാണ് പോവാറ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പുറകിലൊരു വെസലാണിത്, സ്പീഡ് വെസൽ എന്ന് പറയും. ഇനി നമ്മൾ പോകുന്നത് ഗ്ലാസ് ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ ഗ്ലാസ് ആയിരിക്കും. ഗ്ലാസിൻ്റെ അടിയിൽ കൂടെ നമുക്ക് കാണാം അണ്ടർ വാട്ടർ, വെള്ളത്തിൻ്റെ അടിയിൽ എന്താണെന്ന് കാണാൻ പറ്റും. കോറൽസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഫിഷും എല്ലാ കളർഫുൾ ഫിഷസ് ആയിരുന്നു. നല്ല കളറുണ്ടായിരുന്നു. അവർ ബ്രെഡ് ഇടും. ബ്രെഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിനെ കഴിക്കാനായിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് അവർ താഴ്ത്തിക്കിടും. അപ്പോൾ ഫിഷ് എല്ലാം കുറേ അടുത്തേക്ക് വരും. നമുക്ക് കുറേ ഫിഷിനെ കാണാം. അവർ ഒരു റീഫ് ഭാഗത്താണ് ഇത് കൊണ്ടുപോകാറ്. ഇടയ്ക്ക് കുറച്ച് നേരത്തേക്ക് ഡെപ്തുള്ള സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ ആണെങ്കിലും ഒന്നും കാണില്ല, ഭയങ്കര ഡെപ്ത് ആയതുകൊണ്ട്. ഡീപ്പായിട്ട് ലൈറ്റ് ഒന്നും കയറില്ലല്ലോ, ഭയങ്കര ഡാർക്കാണ് അവിടെ. കുറേ ഫിഷസ് നിങ്ങൾക്ക് കാണാം അവിടെ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഫിഷിങ് ചെയ്യണ്ടായിരുന്നു ആൾക്കാർ. ഫിഷിങ് ചെയ്യുമ്പോൾ മീനൊന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മീൻ കണ്ടിട്ട് സന്തോഷമായി. ആദ്യം മീൻ കണ്ടു അവിടെ. ലൈവായിട്ടുള്ള ഫിഷാണത്, നല്ല വലിയ ഫിഷ്. അപ്പോൾ ഞങ്ങൾ കുറേ കളിച്ച് വരുന്നുണ്ട്. അടിപൊളി മീനായിരുന്നു അത്. എൻ്റെ കൈ ചെറുതായിട്ടൊക്കെ പൊട്ടി വന്നു പിടിച്ചപ്പോൾ, മുള്ളൊക്കെ ഉണ്ടായിരുന്നു. ഹസീൻതട വീട് കറക്റ്റ് ഷോറിൽ തന്നെയാണ്.
ഇത് അവിടുത്തെ ഒരു നല്ല ബീച്ചാണിത്. സാൻഡി ബീച്ച് എന്ന് പറയുന്ന ബീച്ചാണ്. ഇവിടുത്തെ വെള്ളമൊക്കെ എന്ത് ക്ലിയറാണെന്നറിയോ. ഞങ്ങളെല്ലാവരും അവിടെ കുളിച്ചു, അടിപൊളിയായിരുന്നു. ഞാൻ സ്വിം ചെയ്യുന്നുണ്ട്, അമ്മനും സ്വിം ചെയ്യുന്നുണ്ട്. അടിപൊളി സ്ഥലമായിരുന്നു ഇത്. ഞങ്ങളുടെ രാവിലത്തുള്ള എല്ലാ ദിവസത്തെയും പരിപാടിയാണ്. എല്ലാവരും ഇറങ്ങും വെള്ളത്തിൽ. ഈ സമയമാകുമ്പോഴേ ഒരു മോർണിംഗ് 10 o'clock 11 o'clock വരെ ലോ ടൈഡിൻ്റെ ടൈമായിരിക്കും. ആ സമയത്ത് ടൈഡെല്ലാം ഹൈറ്റ് കുറവായിരിക്കും, വെള്ളത്തിന് ഡെപ്ത് കുറവായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സ്വിം ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് സ്വിം ചെയ്യാം, കളിക്കാനൊക്കെ പറ്റും. ഡെപ്ത് കുറവാണല്ലോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു 12:30 ഒക്കെ ആകുമ്പോൾ നല്ലോണം വേവൊക്കെ വരും. വെള്ളം കൂടി കൂടി വരും, ഹൈ ടൈഡാവും. അപ്പോൾ ഭയങ്കര വേവ് വരും. അങ്ങനെ ആയപ്പോൾ അമ്മൻ ഇറങ്ങാൻ നോക്കിയതായിരുന്നു. അപ്പോൾ ഒരു കല്ലിൽ ഇടിച്ച് കാലൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടി. പക്ഷേ ഈ വെള്ളമല്ലോ, വെള്ളത്തിന് ഫുള്ള് സോൾട്ടാണല്ലോ. അത് കാരണം അമ്മൻ്റെ പൊട്ടിയതെല്ലാം പെട്ടെന്ന് മാറി, പെട്ടെന്ന് റിക്കവറായി സോൾട്ട് കാരണം. ഇത് ക്രാബാണ്. ഈ ക്രാബ് ഷെല്ലിൽ ജീവിക്കണ ക്രാബാണ്. ഞങ്ങളുടെ സോഫയിൽ നിന്ന് എടുത്തതാണ്. ഇത് അന്നത്തെ ഡിന്നറായിരുന്നു കേട്ടോ. അത് മാസാണ് ട്യൂണയില്ലേ, ട്യൂണ, ചെറുപയർ, ഡ്രം സ്റ്റിക്ക്, ഫിഷ് ഫ്രൈ, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഡിന്നർ. ഇത് ഞങ്ങൾ ബംഗാരത്തിലേക്ക് പോയ ബോട്ടാണിത്. ഈ ബോട്ടിൽ കൂടെയാണ് ഞങ്ങൾ ബംഗാരത്ത് ദ്വീപിലേക്ക് എത്തിയത്. ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു, 1 hour സെയിലിംഗ് ഉണ്ടായിരുന്നു. ഭയങ്കര കാറ്റായിരുന്നു, ഭയങ്കര സ്പീഡായിരുന്നല്ലോ. അപ്പോൾ നല്ല കാറ്റടിയും. ക്യാപ്പൊക്കെ പോയാറായി, ഓൾമോസ്റ്റ് ഇന്ന് പോറായി. ഇതാണ് നമ്മുടെ നിസാമംഗളാണ് നമ്മളെ ഫുൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. നമ്മുടെ സ്പോൺസറായ നിസാമംഗളാണത്. ഞങ്ങളിപ്പോൾ കടലിൻ്റെ നടുവിലാണ് കേട്ടോ. അടിപൊളിയാണത്, ഭയങ്കര ഫീലാണ്. ആ കാണുന്ന ബംഗാരം ഐലൻഡ്. തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബംഗാരം ഐലൻഡിൽ. ഈ ഐലൻഡിൽ ലോ ടൈഡ് ആണ് ഈ സമയത്ത്. അപ്പോൾ അവിടെ സാൻഡ്യൂം ഉണ്ടായിരുന്നു, മണ്ണിങ്ങനെ കയറി നിൽക്കുകയാണ് ആ സമയത്ത്, കടലിൻ്റെ ഡെപ്ത് കുറവായതുകൊണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ബംഗാരത്തിൻ്റെ അടുത്തൊന്നുമല്ല, കുറച്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് ഈ സ്ഥലം. ഞങ്ങളവിടെ ഇറങ്ങി. ശരിക്കും ചുറ്റും കടലായിട്ടുള്ള ബാരനായിട്ടുള്ളൊരു ദ്വീപാണ്. അവിടെ മരങ്ങളൊന്നുമില്ല. ടൈഡ് വലുതാകുമ്പോൾ, ഹൈ ടൈഡ് ആകുമ്പോൾ ഈ ഐലൻഡ് ഫുള്ള് സബ്മേർജ്ഡ് ആവും. ചെറിയ ഐലൻഡ് ആയിട്ടുണ്ടെങ്കിലും അവിടെ പെട്ടെന്ന് ഡെപ്ത് കൂടും. അപ്പോൾ അമ്മ തന്നെ സഹായിക്കാൻ വേണ്ടി പിടിച്ചായിരുന്നു. അമ്മ വീണു, അത്താവ് വീണു, ഒരുമിച്ച് വീണു. ഞങ്ങൾ ഭയങ്കര സന്തോഷിച്ചിരിച്ചു പോയി. അവർ പെട്ടെന്ന് പേടിച്ചു. വീഡിയോയിൽ കിട്ടിയത്. ഈ ഐലൻഡിൻ്റെ ഒരു ഭാഗം കുറച്ച് വിട്ടുള്ള സ്ഥലമാണ്, ബാക്കിയെല്ലാം അങ്ങനെ നല്ല ഡിസ്റ്റൻസിലേക്ക് നാരോ ആയി വന്നുകൊണ്ടിരിക്കും. ഞങ്ങളങ്ങോട്ട് നടന്നു പോയി നല്ല ഡിസ്റ്റൻസിലേക്ക്. നടന്നു പോകണം. ഇത് ഞങ്ങൾ ബംഗാരത്ത് കുളിക്കുന്നതാട്ടോ. അവിടുത്തെ ആൾക്കാർ ബീച്ചിൽ കുളിക്കുക എന്ന് പറയുന്നത് കടൽ കുളിപ്പാൻ പോവാന്നാണ്. ഇത് ബംഗാരത്ത് തന്നെയാണ് കേട്ടോ. അവിടെ ഞങ്ങൾ കുറേ ഫിഷിനുണ്ട്, ഞങ്ങൾക്ക് കാണാം, കുറേ ഫിഷിനുണ്ട്. ഈ ഭാഗം ഡൈവിങ് സ്പോട്ടാണ്, അവിടെ സ്കൂബയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അതാണ് ഇവിടെ ഇത്ര ഫിഷ് കാണുന്നത്. അവിടെ എത്തുമ്പോൾ ഡൈവ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഡൈവ് ചെയ്ത് ഭയങ്കര ഡൈവ് ചെയ്ത്. ഇപ്പോൾ ഡോൾഫിനാണ്, ഡോൾഫിൻ സ്വിമ്മിങ്ങിനകത്ത് പറയാം. ഇനിയിപ്പോൾ നോർമലായി അടിപൊളിയായിട്ട് സ്വിം ചെയ്യാത്ത. ലക്ഷദ്വീപിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഐലൻഡാണ് ബംഗാരം. ബാക്കിയെല്ലാം അടിപൊളിയാണ്, എന്നാലും ഇത് നെക്സ്റ്റ് ലെവലാണ്. അവിടുത്തെ സാൻഡും വാട്ടറും ക്ലിയർ ആയിട്ട് എല്ലാം അടിപൊളിയാണ്. ബംഗാരൊക്കെ സൂപ്പർ ഐലൻഡാണ് ബംഗാരം. ഇത് ഞങ്ങൾ തിരിച്ചു പോണ വഴിയാണ്. ഇവിടെ പോർട്ടൊന്നുമില്ല, അപ്പോൾ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് ബോട്ടിലേക്ക് കയറേണ്ടത്.
ഞങ്ങൾ തിരിച്ച് ബംഗാരത്ത് നിന്ന് തിരിച്ച് അകത്തേക്ക് വരുന്നത് ഭയങ്കര ഇവൻറ്റ്ഫുള്ളായിരുന്നു. ആദ്യം ഞങ്ങൾ വന്ന ബോട്ട് എൻജിനൊന്ന് കേടായി. രണ്ടാമത്തെ ബോട്ടിൽ പെട്രോൾ കഴിഞ്ഞു. എന്നിട്ട് മൂന്നാമത്തെ ബോട്ടിലാണ് ഞങ്ങൾ 3 ബോട്ടിൽ ഞങ്ങൾ കയറി ഇറങ്ങി. ഫസ്റ്റ് കയറിയ ബോട്ടാണ് ശരിക്കും ഒറിജിനൽ ഫിഷിംഗ് ബോട്ടാണ്. ഈ ബോട്ടാണ് മൺസൂൺ സീസണിലൊക്കെ ഫിഷിങ്ങിന് പോകാൻ പറ്റുക. ബാക്കിയുള്ള ബോട്ട്സ് എല്ലാം ഗ്രൗണ്ടഡ് ആവും. ഇത് ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയ ബോട്ടാണ്, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, നാരോ ആയിട്ടുള്ള സ്ഥലം, അതിൻ്റെ ഏറ്റവും അറ്റത്ത് നിൽക്കണതാണ് ഞാൻ. ഇത് ബംഗാരത്തെ റിസോർട്ടാണ്, ബംഗാരം റിസോർട്ട് എന്ന് പറയാം. ഇവിടുത്തെ റിസോർട്ടെല്ലാം അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിസാമങ്ങൾക്ക് ലാൻഡ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മാനേജേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. ഇതെല്ലാം ഞങ്ങൾ ആ സ്റ്റാൻഡ് ഡ്യൂമിലെടുത്ത വീഡിയോസാണ് കേട്ടോ. അക്ക അമ്മനെ ഞാനെല്ലാം. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പെട്ടെന്ന് ഡീപ്പ് ഓഷന്ന് ലഗൂണിക്ക് വന്നപ്പോൾ കളർ വേഗം മാറി. ഞങ്ങളിത് 5 ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിൽ. ഇതായിരുന്നു ഏറ്റവും അടിപൊളി ഐലൻഡ്. ഇവിടെ ഭയങ്കര കളർഫുള്ളും ടൂറിസ്റ്റ് ഐലൻഡാണത്. ഇത് അഗത്തിയിലത്തെ പോർട്ടാണ് കേട്ടോ. ഓഷൻ്റെ നടുവിലേക്കാണ്. 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ലാൻഡിൽ നിന്ന് ഈ പോർട്ടിലേക്ക്. അറ്റം വരെ നടന്നു പോകണം 1 കിലോമീറ്റർ. അപ്പോൾ പകുതിയാകുമ്പോൾ നല്ലോണം വേവ്സൊക്കെ വരും. ഭയങ്കര വേവ്സ് വരും. നല്ലോണം ഹൈറ്റിൽ വേവ്സ് വരും. ഞങ്ങൾ ഞെട്ടിപ്പോയി. ആദ്യം പേടിച്ചു എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കയറാൻ പോവാണ്. ഈ ഷിപ്പിലാണ് ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലേക്ക് വരേണ്ടത്. പക്ഷേ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് ഞങ്ങൾക്ക് ഫുൾ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ഐലൻഡിൽ ഞങ്ങളെ ഇറക്കി. അപ്പോൾ ആ ഐലൻഡ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒരു 1 ഡേ അവിടെ നിന്നുണ്ടായിരുന്നു. എന്നാലും പക്ഷേ ആ ഷിപ്പിലൊരു 8 hours എങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ പകുതി വരെ 8 hours ഉണ്ടായിരുന്നു ഷിപ്പിൽ. ആ ഷിപ്പിന് ഇൻസൈഡാണ് കേട്ടോ, ഉള്ളിലുള്ള കാഴ്ചയാണത്. ലൈഫിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഷിപ്പിൽ പോയപ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തു. ആ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഷിപ്പിൻ്റെ ഡെക്കാണ് കേട്ടോ. ഈ ഡെക്കിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് പുറത്തുള്ളതെല്ലാം കാണാൻ പറ്റും. അടിപൊളി സ്ഥലമായിരുന്നു. നല്ല കാറ്റാണ് ഇവിടെ. ഡ്രസ്സെല്ലാം പറന്ന് പോവും. നോക്ക് നീ നിക്കടോ.
കവരത്തിൻ്റെ ജെട്ടിയാട്ടോ. അവിടെ ഒരു ഫിഷിംഗ് ബോട്ട് അടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കയറൊക്കെ പിടിച്ചിട്ട്. അത്ര വീഡിയോ എടുക്കണ്ടേ, ഞങ്ങൾ കാഴ്ച കണ്ടിട്ട് നിൽക്കുകയാണ്. നോക്കൊന്ന് ഇത് ഈസ്റ്റേൺ ജെറ്റിയാണ്. ഇവിടെ വെച്ചിട്ട് സൺസെറ്റ് ഞങ്ങൾ കാണാമായിരുന്നു. ശരിക്കും ഈ കടലിൻ്റെ നടുവിൽ നിന്ന് സൺസെറ്റ് കാണാണ് ഞങ്ങൾ. ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അത്. അവിടെ ആൾക്കാർ കൂന്തളില്ലേ, സ്ക്വിഡിനെ പിടിച്ചിട്ട് അവിടെ ഇടണം. അപ്പോൾ കുറേ ഇങ്കൊക്കെ വരും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ലൈവായിട്ട് സ്ക്വിഡിനെ കാണുന്നത്. ഇനി ഞങ്ങൾ ദ്വീപിൽ വെച്ച് നടത്തിയ കുറച്ച് സ്കൂബ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസൊക്കെയാണ്. ഞങ്ങൾ ഏറ്റവും സ്കൂബ എന്ന് പറഞ്ഞാൽ ഡൈവിങ് സപ്പോർട്ടേഴ്സിൻ്റെ അവിടെ നിന്നായിരുന്നു ഞങ്ങൾ സ്കൂബ ഡൈവിങ് നടത്തിയത്. 2 സ്കൂബ ഡൈവിങ് നടത്തിയിരുന്നു. ശരിക്കും ഡീപ്പ് വാട്ടർ സ്കൂബിങ് നടത്തിയിരുന്നു, ലഗൂൺ സ്കൂബിങ് നടത്തിയിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മനുഷ്യന് ചെയ്തിരിക്കേണ്ട എക്സ്പീരിയൻസ് ആണത്. പിന്നെ ഈ സ്കൂബയുടെ ഓണേഴ്സ് സമീർക്കൊക്കെ നിസാമിൻ്റെ വളരെ അടുത്ത ബന്ധുക്കളായിരുന്നു. നമ്മുടെ സ്വിമ്മിങ് കോച്ച് മുജീബ് ഖാൻ്റെ അളിയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ വിശാലമായിട്ട് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഡേ പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. മുസ്കാനും തസ്റ്റിങ്ങൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് രണ്ടാമത് ഞങ്ങളെ കൊണ്ടുപോയി. അങ്ങനെ അത്ര ഞങ്ങളുടെ കംഫർട്ടിന് അനുസരിച്ച് ഞങ്ങൾക്ക് സ്കൂബ ചെയ്യാൻ ശരിക്കും ഹെൽപ്ഫുള്ളായിരുന്നു. ആരെങ്കിലും ദ്വീപിൽ പോകണമെങ്കിൽ അറ്റാൾ സ്കൂബ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. നല്ല സപ്പോർട്ടുള്ള ആൾക്കാരാണ്, നല്ല കോപ്പറേറ്റീവാണ്. ഓൾറെഡി സ്കൂബയുടെ ഒരു വീഡിയോ ഞങ്ങൾ വേറെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഈ വീഡിയോ ലക്ഷദ്വീപിൻ്റെ ടോട്ടാലിറ്റി കാണിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് സ്കൂബയുടെ വീഡിയോസിൽ ആഡ് ചെയ്തതേ ഉള്ളൂ. ഇത് ഡീപ്പ് വാട്ടർ സ്കൂബയിൽ എൻ്റെ ശരിക്കും കിളിപോയ ഒരു സമയമായിരുന്നു. ഒരു ആയിരക്കണക്കിന് 10,000-കണക്കിന് മീനുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൂട്ടം കൂടി നിന്നു. ശരിക്കും എൻ്റെ മുമ്പിലേക്ക് അതിങ്ങനെ വന്നു. തൊട്ടപ്പുറത്ത് അഗാധമായ കണ്ണെത്താ ദൂരം വരെ ഇരുട്ട് കുത്തിരിക്കുന്ന ഏറ്റവും സീയുടെ ഏറ്റവും താഴ്ചയുള്ള ഭാഗം അതിൻ്റെ അടുത്ത് വന്ന് മുകളിലും അതുപോലെ ഒരു കുന്ന് മീനുകൾ. എന്താ വെച്ചാൽ ശരിക്കും ഒരു നമ്മൾ ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉള്ളൊരു സമയമായിരുന്നു അത്. അവർക്ക് നമ്മൾ വേറൊരു ലോകത്തെത്തിയൊരു ഫീല് വരുമ്പോഴത്തേക്കും നമുക്ക്
ദ്വീപിലെ രണ്ട് ഭാഗത്തും കടൽ കാണുന്ന നേരമായിട്ടുള്ള പോർഷൻ ഡ്രൈവ് വരുന്നത് വെസലിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വീഡിയോ ഷൂട്ട് നടത്തിയിട്ട് കാണാം. ഐദിൻ നിസാംക്കടെ മോനാണ്. നല്ല കമ്പനിയായിരുന്നു പിള്ളേർക്ക്. അതിൻ്റെ കൂടെ ഫോഴ്സായിരുന്നു. ഈസ്റ്റേൺ ഭാഗത്തുള്ള കവർത്തിയിലൊരു ഷിപ്പ് ട്രാക്ക് ലൊക്കേഷനാണ്. പണ്ടൊരു ഷിപ്പ് ഇവിടെ മണലടിച്ച് കയറി പിന്നെ തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റാത്ത പോലുള്ള ഒരു ഭാഗത്ത് വെച്ചെടുക്കാറ്. നല്ലൊരു മനോഹരമായിട്ടൊരു ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഭാഗമാണ്. ഡാഷ് കാണിക്കുന്ന സ്കില്ലാണ് കാണുന്നത്. കുറേ ഷിപ്പൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. കടലിൽ കിടക്കാം ടൂറിസ്റ്റ് വരുന്നവരൊക്കെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തും. നല്ല പ്രശാന്തസുന്ദരമായ മനോഹരമായ ഒരു ബീച്ച്. അവിടെ ഒരു ഫിഷിങ്ങിന് പോയതാണ്. അമർന്ന് പറഞ്ഞത് നമ്മുടെ സനീഷയുടെ ഒരു മകനുണ്ട്. അപ്പോൾ അവർ ഫിഷിങ്ങിനും പിന്നെ കടൽ പരിപാടികളിലൊക്കെ മാസ്റ്ററാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഇവർ ഫിഷിങ്ങിന് പോയതാണ്. കാണാതായിട്ട് ഞാൻ പതുക്കെ പുറകെ പോയി ബുക്ക് ചെയ്തത്. ഇപ്പോൾ ഒരു കടലടുത്ത് നടുവിലൊരു പാലത്തിലൊക്കെ കയറി നിൽക്കാറ്. ഞാനൊന്ന് പേടിച്ചു. അവിടെ എഴുതിയിട്ട് അമറിനെ കാണാൻ പോകും. അപ്പുറത്ത് നമ്മൾ നിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഭാഗമാണ്. മറ്റേ ഒരു വരുന്ന ഹാർബറിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്നത് അവർക്ക് ഒരു പോർഷനാണ്. ഫിഷിങ് അത്യാവശ്യം ഇഷ്ടംപോലെ മീനെ കിട്ടും. അവരുടെ പരിപാടി മീൻ പിടിക്കുന്നു, അവിടെ തന്നെ നന്നാക്കുന്നു, വറക്കുന്നു. അതാണ് എൻ്റെ പരിപാടി. ഇത് രാത്രി ഈസ്റ്റേൺ ജെട്ടിയിൽ പോയപ്പോൾ ഫിഷിങ് എടുക്കുന്ന കണ്ടതാണ്. തൊട്ടടുത്ത് ഒരുപാട് മീനുകളുണ്ട്. പക്ഷെ അവർ വലിയ ചൂണ്ടുകൊണ്ട് ദൂരത്തേക്ക് വറ്റ പിടിക്കുന്നത്. അത് ജീവനോടുള്ള വറ്റയാണ് കണ്ടത്. അപ്പോൾ അവനെ അവർക്ക് ചൂണ്ട പരീക്ഷിക്കാനൊക്കെ കൊടുത്തു. നമുക്ക് നടത്തി നോക്കിയിരുന്നു അവിടെ. ഇത് ബംഗാളത്തെ കുറച്ച് ഫോട്ടോഷൂട്ടുകളാണ്. ഇത് ഐദിനും വീടിൻ്റെ തൊട്ട് മുമ്പിൽ കവരത്തിലുള്ള അതിൻ്റെ രാവിലെ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ഉച്ചയാകുമ്പോഴേക്കത് വെള്ളത്തിലേക്ക് പോകും. രാവിലെ തന്നെ വന്ന് ഐലൻഡിലിറങ്ങി അതിനടുത്ത് ഒരുപാട് സ്നോർക്ലിംഗ് ഒക്കെ നടത്തിയിരുന്നു. സ്നോർക്ലിങ്ങിനൊക്കെ ഫസ്റ്റ് സ്ഥലമാണ്. ശരിക്കും ഈലൊക്കെ കണ്ടുപോയി. ശരിക്കും ഒരു സ്കൂബയുടെ എഫക്റ്റ് തന്നെയാണ് ശരിക്കും അവിടുത്തെ സ്നോർക്ലിംഗ്. ശരിക്കും കടലിലെ നടുഭാഗം തന്നെയാണത്. അവിടെ ഈ സമയത്ത് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് കോറൽ റീഫൊക്കെ കുറച്ച് പുറത്തേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ആക്സസിബിൾ ആയിരിക്കും. അവിടെ വെച്ചെടുത്ത ഫോട്ടോഷൂട്ടാണത്. നല്ല വണ്ടർഫുള്ളായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളിത് ലാസ്റ്റ് ദ്വീപിൽ നിന്ന് വരാറായ സമയത്താണ് അത് എക്സ്പ്ലോർ ചെയ്തത്. നേരത്തെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഡെയിലി പോയായിരുന്നു വിചാരിച്ച് തൊട്ടെടുത്തായിരുന്നു. ഏത് നിസാമും കൂടി കയാക്കിങ് നടത്തുന്നത് കാണാം. ബോട്ട് എടുത്തിട്ട് മറ്റൊരു സ്കൂബ തന്നെയാണ് അവിടെ നിന്ന് എനിക്ക് ഈ ബോട്ടൊക്കെ സപ്പോർട്ട് ചെയ്തത്. കയാക്കിങ് വേണ്ടിയിട്ടുള്ള ബോട്ട്. നിസാമിൻ്റെ വൈഫാണ് അവിടെ കാണുന്നത്. നിസാമിൻ്റെ കുട്ടികളും അവിടെയുണ്ട്. ഇതാണ് ആ ദ്വീപ്. ഒന്നില്ലേ കടലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദ്വീപ്. രാവിലെ മാത്രം കടൽ വേലിയിറക്കത്തിൽ പുറത്തേക്ക് വരും. വേലിയേറുമ്പോൾ തിരിച്ച് അത് ഫുള്ളായിട്ട് വെള്ളത്തിനടിക്കും. ഞങ്ങളെ തിരിച്ച് പിക്ക് ചെയ്യാൻ വന്നതാണ്. ഞങ്ങളൊക്കെ ബോട്ടിൽ വന്നു. ഇവരൊക്കെ ആക്കിയത് വന്നു. സ്കൂബയുടെ സപ്പോർട്ടോടെ നിർത്തിയത് വരുള്ളൂ. പക്ഷേ കടൽ നടുവിലേക്ക് നിസാമും വർഷമൊക്കെ ശരിക്കും ആക്കിയത് ഫുള്ളായിട്ട് സ്കൂബയുടെ ഒരു റിസപ്ഷൻ ഏരിയ ആണത്. സ്കൂബ വെള്ളത്തിന് ഭയങ്കര കളറാണ്. നല്ല ഭംഗിയുള്ള വെള്ളമാണത്. പിന്നെ അവിടെ ഫ്രഷ് ഫിഷ് കിട്ടിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിരുന്നു. ഇതിലൊന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അയ്യവാ, അടിപൊളി സാധനമുള്ളത്.
എന്തോരണ്ടത്? കിലോ 100 രൂപ, അപ്പോൾ 400 രൂപ. ഒരു 4 കിലോ ഉണ്ട്. ആഹാ, ഫ്രഷാ, അടിപൊളിയാ, കലക്കന. അടിപൊളി. ഇപ്പൊ ബോട്ടിൽ ഇറങ്ങി വന്നിട്ട് മസാല തേച്ചേട് പൊരിച്ചാട്ടല്ലോ, കലക്കണം, നന്നാക്കണ്ടത് ഇനി ഉള്ളോ. ടീച്ചർ മത്സ്യകന്യക அந்த மதுரை மல்லிப்பூ இட்லியே மீன் குழம்புல கொஞ்சம் புரட்டி இந்த போறப்பு தான் நல்லா ருசிச்சு சாப்பிட கிடைச்சது. அத நினைச்சுத்தான் மனோ உலகம் முழுவதும் பருக்குது. அட சுட சுட அட சுட சுட அந்த மதுரை மல்லிப்பூ இட்லியே மீன் குழம்புல கொஞ்சம் புரட்டி சாப்பிட எச்சிலு ஊறுது உள்ளுக்குள்ள. இந்த போறப்பு தான் പിന്നെ ഇതിൻ്റെ കൂടെ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഫോട്ടോസ് ഞങ്ങളുടെ പഴയ ലക്ഷദ്വീപ് വ്യൂസിലെ ഫോട്ടോസാണ്. പഴയ കുറച്ച് ഫോട്ടോസൊക്കെ കാണാം. ഇത് നിസാമിൻ്റെ വാപ്പ കിടാവങ്ങളും മുല്ലപ്പഴങ്ങളും കൂടിയിട്ട് വാപ്പ നിൽക്കുന്ന ഫോട്ടോ ആണ്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴുള്ള വെസലിൻ്റെ ഫോട്ടോ, പിന്നെ കുറച്ച് ബംഗാരം ഫോട്ടോസ് കൂടി എന്നേക്കുമായി ഓർമ്മ നിൽക്കാൻ സാധ്യതയുള്ള വീഡിയോയിൽ ചേർക്കുന്നു. ഇത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കൽപ്പേനിയിൽ താമസിച്ച റൂമിൻ്റെ വീഡിയോ ആണ്, ഫോട്ടോ ആണ്. ബാക്കി കുറേ ബംഗാരത്തിലേക്ക് പോയ സമയത്ത് ഫോട്ടോസിൽ ജസ്റ്റ് ഉൾക്കൊള്ളിക്കുന്നത് മാത്രം. പിന്നെ നാസർക്കാനെ മറക്കാൻ പാടില്ല, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്ന നാസർക്കാരുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. പിന്നെ നിസാമിനെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ ഓൾറെഡി. അങ്ങനെ ബംഗാരത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുകയാണ്. ഇന്നൊരു ഫാമിലിയെ കൂടി ഇതിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് ഷിപ്പിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ അമ്മിനിയിലാണ് ഞങ്ങൾ ഒരു ദിവസം താമസിച്ചത്. അമ്മിനിയിൽ താമസിച്ച് ഞങ്ങളുടെ വീടും അവിടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത സിയാദ് ഭായും ഫാമിലിയുടെയും ഫോട്ടോസാണ് കാണുന്നത്. ഭയങ്കര സപ്പോർട്ടാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു അവിടെ ഒരു ദിവസം താമസിച്ചത്. സിയാദ് ഭായുടെ ഉമ്മയും സിയാദ് ഭായുടെ ബ്രദർ ഒക്കെ നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോ ആണത്. അവരെ ഈ ട്രിപ്പിൽ നമുക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ സിയാദ് ഭായുടെ മകളാണ്. പിന്നെ നിസാമിൻ്റെ ഫാമിലിയും നമുക്കൊരുക്കി തന്ന സൗകര്യത്തിന് നമ്മളൊരിക്കലും നന്ദിയായിട്ട് പറയില്ല. അത് ഞങ്ങളുടെ കുടുംബം തന്നെ പോലെ തന്നെയാണ്. കുടുംബക്കാർക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളായിട്ട് ഞാൻ കരുതുന്നു. അത്രയും വലിയ സൗഹൃദമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. തലമുറകൾ കഴിഞ്ഞ് നിലനിൽക്കുന്ന സൗഹൃദം. എല്ലാവരും, സനീസ്, നസീമ, അസീനത്ത, നിസാമിൻ്റെ വൈഫ്, മക്കൾ, അവരുടെ പേരക്കുട്ടികൾ, അവരുടെ മക്കൾ, നിസാമിൻ്റെ ഉമ്മ, അവരുടെ സപ്പോർട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നിസാമിൻ്റെ ഫാമിലി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. താങ്ക് യു. ഈ വീഡിയോ എല്ലാവർക്കും കാണാൻ വേണ്ടി ഉണ്ടാക്കുന്നതിനപ്പുറം എല്ലാവർക്കും കുടുംബത്തിന് വീണ്ടും ഓർമ്മകളായി ഇറക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. എല്ലാവരും ഇത് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, കാരണം അത്രയും കുറച്ച് വലിയ വീഡിയോ ആണ്. പക്ഷേ എല്ലാ ഫോട്ടോസും പരമാവധി ഉൾപ്പെടുത്തി കാലാകാലം എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എല്ലാം കവർ ചെയ്ത് കിട്ടുന്ന പോലെയുള്ള ഫോട്ടോസ് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മളവിടെ കുറേ നമ്മൾ ആതിഥ്യം നൽകി നമുക്ക് ഒരുപാട് പേരുണ്ട്. സൈനബത്ത, അവരുടെയൊക്കെ ഫോട്ടോസ് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോസ് ഇല്ലെങ്കിലും. അപ്പോൾ താങ്ക് യു ഫോർ വ്യൂയിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.